ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചൂലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒന്നാം പെരുന്നാളുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പെരുന്നാൾ കൂടിയത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെയും താത്താടെ മക്കളൊക്കെ കൂടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെരുന്നാളിനായിട്ട് ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് പോകാം. പിന്നെ താത്താടെ മക്കളും പറഞ്ഞു കേട്ടോ മാമുള്ള കാരണം വന്നാണ്, എന്നിട്ട് മാമ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ പെരുന്നാളും കൂടെ കൂടിയിട്ടാണ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സാഹചര്യം കൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ. ഞാൻ എല്ലാ പെരുന്നാളും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കൂടാറ്. ഞങ്ങൾ വേറെ വീട് ഇരുന്നെങ്കിൽ പോലും ഒരു പ്രാവശ്യമാണ് സ്വന്തം വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉപ്പാടിയും ഉമ്മാടിയും വലിയപ്പാടിയും ഒക്കെ കൂടെയാണ് കേട്ടോ. പിന്നെ മൂത്തമാരൊക്കെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊരു നല്ലൊരു മെമ്മറിയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ആകുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ലല്ലോ. അപ്പോൾ വിശേഷ ദിവസങ്ങളിൽ എന്തുണ്ടെങ്കിലും ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ആണ് കേട്ടോ കൂടാറുള്ളത്. ഒറ്റയ്ക്ക് ഞാനും മോളും മാത്രമായിട്ടുള്ള ഒരു പരിപാടി ഞാൻ ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു രസമാണല്ലോ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഞങ്ങൾ തറവാട്ടിൽ തന്നെയാണ് കേട്ടോ കൂടാറുള്ളത് എന്ത് കാര്യത്തിനും. അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു, അതൊക്കെ കഴിച്ചു. പിന്നെ ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്കും വേറൊരു ചാനലുണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടും കുറേ ടൈം അങ്ങനെ പോയിട്ട. അപ്പോൾ സത്യം പറഞ്ഞാൽ കിച്ചണിലോട്ട് ശരിക്കും എനിക്കത് കടക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങാൻ ചെയ്തത്. പിന്നെ വേറെ വീഡിയോ എടുക്കലും കുട്ടികളും ഒരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ അവളുടെ കഴിഞ്ഞു. അടുത്തത് ഞാൻ എൻ്റെ ഡ്രസ്സ് പോലും അന്ന് രാവിലെയാണ് കേട്ടോ ഷേപ്പ് ചെയ്യുന്നത്. കാരണം തലേ ദിവസം രാത്രി ഒരു 7-8 മണി ആയിരിക്കണം ഞാൻ പർച്ചേസിങ് അടക്കം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുളിച്ചു. ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങി, പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരുങ്ങിയിട്ടാ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ തറവാട്ടിലാണെങ്കിൽ ഭയങ്കര മോശപ്പെട്ടൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ വലിയമ്മക്ക് ഏകദേശം 100 വയസ്സിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ വലിയമ്മക്ക്. എന്നാലും മാഷാ അല്ലാ കഴിഞ്ഞ പെരുന്നാളല്ല, ഇപ്പോൾ ഒരു 2-3 ആഴ്ചൻ്റെ മുമ്പ് വരെ അത്രയും ഉഷാറായിട്ട് ഇരുന്നിരുന്ന ആളാണ്. ഇപ്പോൾ ഭയങ്കര മോശാവസ്ഥയിലാണുള്ളത്. ഭക്ഷണം നിർത്തിയിട്ട് ഏകദേശം ഒരാഴ്ചൻ്റെ മേലെയായി. തീരെ ഭക്ഷണം കഴിക്കുന്നില്ല. തുള്ളി വെള്ളം എപ്പോഴെങ്കിലും അങ്ങനെ കുറച്ച് തുള്ളി അങ്ങനെ കൊടുത്താൽ അത് മാത്രം കുടിക്കുന്നുള്ളൂ. എന്നാലും ആളെ മനസ്സിലാവും, സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് പറ്റ മോശമാണ്, ഇന്നൊക്കെ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിട്ടാണ്. അവിടെ പോയപ്പോഴൊന്നും ഞങ്ങളൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായ കാരണം 3 അമ്മായികളും അതുപോലെ തൊട്ടടുത്ത് തന്നെ മൂത്തമാരൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും എപ്പോഴും മാറി അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ. കുട്ടീസ് പാട ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഗീ റൈസും ബീഫൊക്കെയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യത്തെ എൻ്റെ പെരുന്നാൾ കുട്ടീസ് പാടനായിട്ടാണ് കേട്ടോ. താത്താടെ മക്കളും ആങ്ങളുടെ മോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആരുടെയും ഉമ്മാരൊന്നുമില്ല. താത്താക്കും അളിയൻക്കും അവിടെ നിന്ന് അവരൊറ്റപ്പാലാണ് സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ പിറ്റേ ദിവസം അവർക്ക് ഡ്യൂട്ടി ഉണ്ട്, 2 പേർക്കുണ്ട്. 7 മണിയാകുമ്പോഴത്തേനും ഡ്യൂട്ടിക്ക് കയറേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് അന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് വന്നില്ല. കുറച്ച് ദിവസം മുന്നേ മക്കളെ കൊടുന്നാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളവിടെ കൊടുന്നാക്കി തന്ന് പോയതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. പെരുന്നാളായിട്ട് ആരും വന്നിട്ടില്ല, ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 2ാം പെരുന്നാൾക്ക് ഇനി എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകണം. 3ാം പെരുന്നാൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നേർച്ചയാണ്. അത് 2ാം പെരുന്നാൾക്ക് തുടങ്ങി 3ാം പെരുന്നാൾ അവസാനിക്കുന്നത് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.